അടുത്ത ഒക്ടോബർ 25 മുതൽ നവംബർ 2 വരെ 7 ദിവസം മെസ്സി കേരളത്തിൽ ഉണ്ടാവും. അവരുടെ ഫ്രണ്ട്ലി മാച്ചിന് പുറമെ നിങ്ങളുടെയൊക്കെ കാണാൻ 20 മിനിറ്റ് അദ്ദേഹം പൊതുവേദിയിൽ കൂടി ഉണ്ടാവും. മെസ്സി വരുമോ ഇല്ലയോ? വരുമായിരിക്കും, അത്രയേ ഉള്ളൂ. മെസ്സി വരുംട്ടോ എന്ന് ഫേസ്ബുക്കിൽ എഴുതിയ കായിക മന്ത്രി അബ്ദുൾ റഹ്മാന് ഇപ്പോൾ മാധ്യമങ്ങളോടാണ് പരാതി. കള്ളം പ്രചരിപ്പിക്കുന്നു എന്നാണ് മന്ത്രിയുടെ പരാതി. എങ്കിൽ മന്ത്രി പറയൂ, മെസ്സി വരുമോ ഇല്ലയോ? കേരളത്തിലെ ഫുട്ബോൾ പ്രേമികളെ പറഞ്ഞു പറ്റിച്ചു, അത്രയേ ഉള്ളൂ. അതിന് സർക്കാർ ഉത്തരം പറയണം. പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ്. ലക്ഷക്കണക്കിന് രൂപ അക്കാര്യത്തിൽ ചെലവഴിച്ചു. അവകാശവാദങ്ങൾ ഒന്നൊന്നായി തകർന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് അതും ആവർത്തിച്ച് മെസ്സിയുടെ കാര്യത്തിലും കേരള സർക്കാരിന്റെ ഗുരുതരമായ വീഴ്ചകൾ, അവകാശവാദങ്ങൾ പൊളിഞ്ഞിരിക്കുന്നു. ഔദ്യോഗികമായിട്ട് മെസ്സിയുടെ ഇതിൽ നിന്ന് പുറത്തുവിട്ടത് പ്രകാരം ഇന്ത്യയിലെ സന്ദർശനത്തിൽ കേരളമില്ല. അത് നിങ്ങളല്ല തീരുമാനിക്കേണ്ടത്. 2, എന്റെ ഓഫീസിൽ നിന്ന് പറഞ്ഞു നിങ്ങൾ പറയുന്നു, നിങ്ങളാണോ തീരുമാനിക്കേണ്ടത്? മെസ്സിയുടെ അതിനുത്തരം കേരളമില്ല. അതിനുത്തരം പറയും. എന്താ സംഭവിച്ചോ? എന്താ അതിൽ പറയുന്നത്? ഒക്ടോബർ വിൻഡോയിൽ കേരളത്തിൽ വരാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയും. പിന്നെ ബന്ധപ്പെട്ട സ്പോൺസർ പറഞ്ഞു അതിൽ മാത്രമേ ഞങ്ങൾ അനുവദിക്കുള്ളൂ എന്ന് അവരും പറഞ്ഞു. അതാണ് തർക്കം. മറ്റൊന്ന്, കേരളത്തിൽ അർജന്റീനയുടെ ഫുട്ബോൾ ടീമിന് കിട്ടുന്ന ആരാധന മെസ്സിയും മനസ്സിലാക്കിയാണ് ലോകകപ്പ് നേടിയ ശേഷം മലപ്പുറത്തെ ഫുട്ബോൾ പ്രേമികൾക്ക് അർജന്റീന ടീം നന്ദി പറഞ്ഞത്. അതൊരവസരമായി സർക്കാരും കണ്ടു. മെസ്സിയെ കൊണ്ടുവരാൻ കൊണ്ടുപിടിച്ച ശ്രമമായിരുന്നു പിന്നീട്. കായിക മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് താൽപ്പര്യം അറിയിച്ച് അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് മെയിൽ. കേരളത്തിലേക്ക് വരാനുള്ള സന്നദ്ധത അറിയിച്ച് അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ മറുപടി മെയിൽ. അർജന്റീന ടീം ഇന്റർനാഷണൽ റിലേഷൻസ് മാനേജർ ടാബിയയെ സ്പെയിനിൽ പോയി മന്ത്രി കണ്ടത് 2024 സെപ്റ്റംബറിൽ. പക്ഷേ പ്രതിസന്ധികൾ പലതുണ്ടായിരുന്നു. സ്പോൺസർമാരെ തേടി സർക്കാർ. ആദ്യമെത്തിയത് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും ഗോൾഡ് മെർച്ചന്റ്സ് അസോസിയേഷനും. പക്ഷേ സാമ്പത്തിക ബാധ്യത തിരിച്ചറിഞ്ഞ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും ഗോൾഡ് മെർച്ചന്റ്സ് അസോസിയേഷനും പിന്മാറി. പിന്നാലെയാണ് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുമായി കരാറിലെത്തിയത്. കരാറിന് ശേഷം അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി ആശയവിനിമയം നടത്തുന്നത് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയാണ്. ആദ്യ പ്രതിസന്ധി ഫീ ഇനത്തിലെ ആദ്യ ഗഡു നൽകാൻ വൈകിയതാണ്. കേന്ദ്രാനുമതി കിട്ടുന്നതിലും കാലതാമസമുണ്ടായി. അതൊക്കെ മറികടന്ന് ഫീ ഇനത്തിൽ 130 കോടി രൂപ നൽകിയെന്ന് സ്പോൺസർമാർ. ഈ വർഷം ഒക്ടോബർ നവംബർ മാസത്തിൽ വരാമെന്ന് അർജന്റീന അറിയിച്ചിരുന്നുവെന്ന് സ്പോൺസർമാർ പറയുന്നു. എന്നാൽ ഇപ്പോൾ അടുത്ത സെപ്റ്റംബറിൽ വരാമെന്നാണ് പറയുന്നത്. ലോകകപ്പ് നേടിയ ടീമിലെ മെസ്സി ഉൾപ്പെടെ 4 കളിക്കാർ ഉണ്ടാവുമെന്നാണ് കരാറെന്ന് റിപ്പോർട്ടർ MD ആൻഡോ അഗസ്റ്റിൻ. 45 മിനിറ്റ് മെസ്സി കളിക്കുമെന്നും. ഇതൊക്കെ പറയുമ്പോഴും ഒരു ചോദ്യം, മെസ്സി വരുമോ ഇല്ലയോ? സംശയങ്ങൾ ബാക്കിയാണ്. ഖത്തർ ലോകകപ്പിലെ വിന്നിംഗ് ടീമുമായിട്ടാണ് നമ്മൾ എഗ്രിമെന്റ് വെച്ചിരിക്കുന്നത്. വിന്നിംഗ് ടീമിനെ ഇവിടെ കൊണ്ടുവരിക, ഇൻക്ലൂഡിംഗ് മെസ്സി അടക്കമുള്ള പ്രധാനപ്പെട്ട 4 കളിക്കാരെ അടക്കം ലോകകപ്പിൽ കളിച്ച സെയിം ടീമുമായിട്ടാണ് എഗ്രിമെന്റ് വെച്ചിരിക്കുന്നത്. ആ ടീമാണ് നമ്മൾ ഈ 2025 വരേണ്ടത്. പക്ഷേ അത് 26 കഴിഞ്ഞാൽ 2026 ഇവരാണോ ലോകകപ്പിൽ ജയിക്കാൻ പോകുന്നത് നമുക്കറിയില്ല. ഇവരാണോ 1ാം സ്ഥാനത്തേക്ക് വരാൻ പോകുന്നത് നമുക്കറിയില്ല. അങ്ങനെ ഒരു ടീമിനെ നമുക്ക് 26 ലോകകപ്പിന് ശേഷം കൊണ്ടുവരിക എന്നുള്ള കാര്യത്തിനകത്ത് പ്രാക്ടിക്കൽ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞു, ഞങ്ങൾക്ക് എന്താണോ എഗ്രിമെന്റ് വെച്ചിരിക്കുന്നത് ആ എഗ്രിമെന്റുമായിട്ട് മുന്നോട്ട് പോകാനാണ് താല്പര്യം എന്ന് നമ്മളൊക്കെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനൊരു കൺഫർമേഷൻ പ്രോപ്പറായ രീതിയിൽ അവർ ഇതുവരെ തന്നിട്ടില്ല എന്നുള്ളതാണ്. സ്റ്റേഡിയം എങ്ങനെ തയ്യാറാക്കും? എതിർ ടീം ആരാണ്? അർജന്റീന ടീമിന്റെ ചൈന അങ്കോള സന്ദർശനവും ഇതേ സമയത്തല്ലേ? ഏതാണ് സ്റ്റേഡിയം? ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമുക്കൊരു ക്ലാരിഫിക്കേഷൻ, ഏത് സ്റ്റേഡിയമാണ് കളിക്കുന്നത് എന്നുള്ളത്. സ്റ്റേഡിയം ഏതാണെന്ന് ഇവരെ അറിയിച്ചിട്ടുണ്ട്. സ്റ്റേഡിയത്തിൻ്റെ പിന്നെ എന്താണ് വിഷ്വലായിട്ടുള്ള AR സംവിധാനത്തിൽ നമ്മൾ ചെയ്ത് എങ്ങനെയാണ് സ്റ്റേഡിയം ഇരിക്കുന്നതും എങ്ങനെയാണ് കളി നടക്കാൻ പോകുന്നതും എങ്ങനെയാണ് ഇതിൻ്റെ പൗലീന ഉണ്ടാവുന്നത് അടക്കമുള്ള കാര്യങ്ങൾ മുഴുവൻ നമ്മൾ അവർക്ക് ഹാൻഡ് ഓവർ ചെയ്ത് കേരളത്തിലെ ഒരു സാധ്യത ഇവർ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ആ സാധ്യത, ഇന്ത്യയിലൊരു സാധ്യത ഇവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനനുസരിച്ച് ഒരു വിലപേശം നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിനകത്ത് എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ടാണ് ഒക്ടോബർ മാസം ഇതുവരെ വിൻഡോ അവർ അനൗൺസ് ചെയ്തില്ല. മെസ്സി വരുന്നില്ലെങ്കിൽ ഇന്ത്യയിലില്ല, എവിടെയില്ല. കേരളത്തിലേക്കും ഇല്ല, ബംഗാളിലും ഇല്ല, ഡൽഹിയിലും ഇല്ല. വരുന്നുണ്ടെങ്കിൽ കേരളത്തിലേക്കുണ്ട്. റിപ്പോർട്ടർ TVയെ സംബന്ധിച്ചിടത്തോളം കരാർ ലംഘനം ഇതുവരെ നടന്നെന്ന് അവർ അറിയിച്ചിട്ടില്ല. കരാർ കളിക്കേണ്ട സമയം കഴിഞ്ഞിട്ടില്ല. അതുവരെയുള്ള എഫേർട്ട് എടുക്കും. കരാർ ലംഘിച്ചത് കേരള സർക്കാരാണെന്ന് അർജന്റീന ടീമിന്റെ മാർക്കറ്റിംഗ് ഓഫീസറുടെ വാട്സാപ്പ് ചാറ്റ് കൂടി വന്നതോടെ ഫുട്ബോൾ ആരാധകർ നിരാശയിലാണ്. അത് ഫേക്ക് മെസ്സേജ് ആണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അങ്ങനെ ഞാൻ കോൺടാക്ട് ചെയ്ത സമയത്ത് അങ്ങനെ ഒരു അത് വാട്സപ്പ് മെസ്സേജ് അല്ല.
വാട്സപ്പ് മെസ്സേജിന്റെ ശൈലി അങ്ങനെയല്ല. അത് വാട്സപ്പ് മെസ്സേജിൽ വരേണ്ട സാധനം അല്ല. അങ്ങനെയല്ല നമ്മൾ എത്രയോ വാട്സപ്പ് മെസ്സേജ് ആക്കി, നിങ്ങളെ നോക്കി അറിയാം അത് വാട്സപ്പ് മെസ്സേജ് അല്ല. അതെങ്ങനെ വന്നു എന്നുള്ളത് ഞാൻ അന്വേഷിക്കുന്നുണ്ട്. മറ്റെന്തെങ്കിലും റിപ്പോർട്ട് ചെയ്യൂ എന്ന് പറഞ്ഞ് മന്ത്രി വി അബ്ദുറഹ്മാൻ തിരിഞ്ഞു കളിക്കുന്നു. നിങ്ങൾ ഈ ചോദ്യം നിങ്ങൾ തന്നെ കണ്ടിരുന്നു, ഞാൻ അതിന്റെ ഉത്തരം പറഞ്ഞിരുന്നു. നമ്മൾ പറഞ്ഞത് എന്താ, കഴിഞ്ഞ ലോകകപ്പ് ജയിച്ച അർജന്റീന ടീമിനെ, മെസ്സി അടക്കമുള്ള ടീമിനെ കൊണ്ടുവരുന്നാണല്ലോ പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി വീണ്ടും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊണ്ട് പറയേണ്ട ആവശ്യമില്ല. അത് തന്നെയാണ്. നിങ്ങളൊരു കാര്യം ചെയ്യും, ആ ചൂരമ്മല ദുരന്തം അതിന് ലീഗിന്റെ കാത്തിട്ടു, അതൊക്കെ നന്നായിട്ട് കൊടുക്കും. മെസ്സി വരില്ലട്ടോ എന്ന് മന്ത്രി പറയുമോ അതോ സർക്കാരിന് പങ്കില്ലെന്ന് പറഞ്ഞ് ഒഴിയുമോ?